വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു അവസരമാണ്. ഫിഫ്ത്ത് അലോട്ട്മെന്റിന് മുമ്പ് എന്ത് ചെയ്യണം? ന്യൂ ആപ്ലിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വിളിക്കണമെന്ന്. എന്തായാലും വിദ്യാർത്ഥികളുടെ ആഗ്രഹവും പ്രാർത്ഥനയും നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി, വിദ്യാർത്ഥികളുടെ അവസ്ഥ മനസ്സിലാക്കി യൂണിവേഴ്സിറ്റി ന്യൂ ആപ്ലിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇപ്പം +2ൻ്റെ പരീക്ഷാ റിസൾട്ട് വന്നതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിരുന്നില്ല. ഇപ്പോൾ ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷനുള്ള സമയപരിധിയുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡായ വാർത്തയിലേക്ക് തന്നെ പോകാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് എന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ പ്രാധാന്യം അറിയുന്ന വാർത്തകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ന്യൂ ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ എഡിറ്റിങ്ങും വിളിക്കണം എന്ന് നിരവധി വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. അതിൻ്റെ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ വീണ്ടും കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. 1/8/2026 മുതൽ 3/8/2026 വൈകിട്ട് 5 മണി വരെ, അത് ഓഗസ്റ്റ് മാസം 1 മുതൽ ഓഗസ്റ്റ് മാസം 3 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും അവസരം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നേരത്തെ ജൂലൈ മാസം 31-നാണ് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് വരും എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് ജൂലൈ മാസം 7-ലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസം 7-ാം തീയതിയാണ് എന്ത് ചെയ്യുക? ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് ജൂലൈ മാസം 1 മുതൽ 3 വരെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് അത് സമർപ്പിക്കുവാനും നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് അവ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകളിലേക്ക്, ഉദാഹരണം പറഞ്ഞാൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിയെ 4, 3, 2 ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെയും വെക്കാൻ സാധിക്കുമെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്നൊരു പ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു, അറിയിച്ചുകൊണ്ടിരുന്നൊരു സങ്കടമായിരുന്നു. ന്യൂ ആപ്ലിക്കേഷൻ വിളിച്ചില്ല എന്ന്, അപേക്ഷ എഡിറ്റിംഗ് വേണമെന്നത്. ഇപ്പോൾ അതിനുള്ള ഒരു മറുപടി യൂണിവേഴ്സിറ്റി തന്നെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം എത്തിക്കുക. നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വല്ല വാട്സപ്പ് ഗ്രൂപ്പുകളോ അങ്ങനെ എന്തിനുകൊണ്ട് ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ പുതുമയെ കാണുന്ന ഫോർ വാച്ചിങ്. ബൈ.